തമിഴ് രാഷ്ട്രീയവും സിനിമയും ചരിത്രപരമായി ചേർന്നു കിടക്കുന്നതാണ്. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും രാഷ്ട്രീയത്തിന്റെ ചൂടിലേക്ക് കളം മാറ്റിയവർ അനവധി ഉണ്ടവിടെ. എന്നാൽ സിനിമയിലേതെന്ന പോലെ രാഷ്ട്രീയത്തിലും വെന്നിക്കൊടി പാറിച്ചവർ ചുരുക്കം. സിനിമയല്ല രാഷ്ട്രീയം എന്നതുതന്നെ കാരണം. വിജയ് തിരിച്ചറിയാതെ പോയതും അതാണ്. നിങ്ങൾ TVKയുടെ ഇതുവരെ നടന്ന പൊതുയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു തമിഴ് മാസ് പടത്തിന്റെ ചേരുവകളെല്ലാം അതിൽ കാണാൻ കഴിയും. പഞ്ച് ഡയലോഗുകൾ, ആരവങ്ങൾക്കിടയിലൂടെയുള്ള നായകന്റെ വരവ്, വാഴ്ത്തുപാട്ടുകൾ, അങ്ങനെ പലതും. അടിയുടെയും ഇടിയുടെയും കുറവുണ്ടെന്നു മാത്രം. മനുഷ്യരെ ഹരം കൊള്ളിക്കുന്നതല്ല, ചേർത്തു പിടിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് വിജയ് എന്ന നടൻ തിരിച്ചറിയാതെ പോയി. കരൂരിൽ 40ഓളം പേർ മരിച്ചു വീണപ്പോഴും മൂടും തട്ടി ഫ്ലൈറ്റ് പിടിച്ച് വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് അയാൾ പോയി. തന്നിൽ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ടതിനു പകരം രക്ഷപ്പെട്ടുപോയി. മരിച്ചവരുടെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുന്നതിനു പകരം കണ്ണെത്താ ദൂരത്തേക്ക് സ്ഥലം വിട്ടു. ദുരന്തബാധിതരെ കേൾക്കേണ്ടതിനു പകരം വീട്ടിലൊളിച്ചു. ഇനി അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് വരാം. കരൂർ SP-ക്ക് TVK നേതൃത്വം നൽകിയ കത്തിൽ വിജയ് റോഡ് വഴി യാത്ര ചെയ്യുമെന്നും ബാനറുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, ഉച്ചഭാഷിണി എന്നിവ സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ സമ്മേളന വേദിയെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഒരു എഞ്ചിനീയർ സമ്മേളനവേദി പരിശോധിച്ചെന്നും 1,20,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ പ്രദേശത്ത് 60,000 പേർക്ക് വരാൻ സാധിക്കുമെന്നും പാർട്ടി 10,000 പേരെ മാത്രമേ യോഗത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂവെന്നും കത്തിലുണ്ട്. ഈ ഉറപ്പിന് പുറത്താണ് നിബന്ധനകളോടെ പോലീസ് യോഗത്തിന് അനുമതി നൽകിയത്. എന്നാൽ സംഭവിച്ചത് ഇതൊന്നുമല്ലായിരുന്നു. 2 ലക്ഷത്തോളം പേരാണ് യോഗത്തിനെത്തിയത്. നേരത്തെ അറിയിച്ചതിലും വൈകിയാണ് വിജയ് സമ്മേളന സ്ഥലത്തെത്തിയത്. കത്തുന്ന വെയിലിലും 6 മണിക്കൂറോളം അവർ താരത്തെ കാത്തുനിന്നു. കുടിവെള്ളം പോലും ആവശ്യത്തിനില്ലായിരുന്നു. വൻ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിന് മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അവധി ദിനമായതിനാൽ കുട്ടികളും സ്ത്രീകളും കൂട്ടത്തോടെ എത്തി. ഇതെല്ലാം ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിജയ്ക്ക് മാറി നിൽക്കാനാവില്ല. കരൂരിൽ പൊലിഞ്ഞ ഓരോ ജീവനും ഉത്തരം പറയേണ്ടി വരും. സിനിമയിൽ രക്ഷകനാകാൻ പ്രയാസമില്ല, ജീവിതത്തിൽ അതത്ര എളുപ്പമല്ല. താരത്തെ കാണാനെത്തിയ ലക്ഷങ്ങൾ തമിഴകത്തെ പുതിയ രാഷ്ട്രീയ മാറ്റത്തിനു വേണ്ടി അണിനിരുന്നവരാണ്. അതിനായി മുന്നിട്ടിറങ്ങിയവരാണ്. അവരിൽ ചിലർ താൻ കാരണം മരിച്ചു വീണപ്പോൾ ഒപ്പം നിൽക്കാതെ ചാർട്ടേഡ് വിമാനത്തിൽ ചെന്നൈയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയത് ഹൃദയശൂന്യമായ നടപടിയെന്നേ പറയാനുള്ളൂ. താരാരാധന ഇന്ധനമാക്കി വളർന്ന നേതാക്കൾ തമിഴ്നാട്ടിൽ കുറേയുണ്ട്. പക്ഷേ രാഷ്ട്രീയ കളരിയിൽ ഇറങ്ങിയാൽ അഭിനയം അവിടെ നിർത്തണം. രാഷ്ട്രീയ പ്രവർത്തനം ഫാൻസ് അസോസിയേഷൻ പ്രവർത്തനം പോലെയല്ല, അതിലും എത്രയോ മുകളിലാണ്. കണ്ണീരൊലിപ്പിച്ച റീഎൻട്രി പ്രതീക്ഷിക്കാം. ആരോ എഴുതിക്കൊടുത്ത കരളലിയിപ്പിക്കുന്ന സാന്ത്വന വാക്കുകൾ കേൾക്കാനും ഇടയുണ്ട്. ഇതോടെ വിജയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചെന്നും പറയാനൊക്കില്ല. ഒരുപക്ഷെ ഈ ദുരന്തം പോലും അയാളുടെ രാഷ്ട്രീയ വളർച്ചയിൽ വളമായേക്കാം. എന്തായാലും വിജയ് എന്ന നടന് ഒരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ ആകില്ല. രാഷ്ട്രീയ പ്രവർത്തനം മനുഷ്യത്വവും സഹാനുഭൂതിയുമുള്ളവർ ചെയ്യേണ്ട പണിയാണ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.